الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് നോമ്പ് നോറ്റ ആളുകളാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും. അല്ലാഹു തആല അത് പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപം പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് അവരുള്ളത്. പ്രയാസങ്ങളില്ലാതെ ഹജ്ജ് പൂർത്തീകരിക്കുവാനും മബ്രൂറായ ഹജ്ജ് ചെയ്ത് സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുമുള്ള തൗഫീക്ക് ആ ജനലക്ഷങ്ങൾക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹാജിമാർ ഇന്നലെ അറഫയിലാണ് സമ്മേളിച്ചത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറഫയിൽ നിന്നവൻ ഹജ്ജ് ലഭിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അറഫയുടെ മഹത്വങ്ങൾ നമുക്കേവർക്കും അറിയുന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ ഇന്നഹു ലയദ്നു ثم يباهي بهم الملائكة فيقول ما أراد هؤلاء. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരടിമയെ നരകത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഏറെ ഇടയുള്ള ഒരു ദിവസം അത് അറഫയേക്കാൾ മറ്റൊന്നുമില്ല. അറഫ ദിനത്തിലാണ് കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവൻ അവരോടടുക്കുകയും മലക്കുകളോട് അവരെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യും. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഒരാൾ ചെയ്താൽ
എന്താണ് ഇതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ടൊരു മനുഷ്യൻ ചോദിക്കും. അതേപോലെ അള്ളാഹു മലായികത്തിനോട് ചോദിക്കുകയാണ് അറഫയിലെ ആളുകളെ നോക്കി അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫയിൽ സമ്മേളിച്ചവരെ കുറിച്ച് അള്ളാഹു വൈകുന്നേരം അഭിമാനത്തോടുകൂടി മലക്കുകളോട് പറയും, പൊടി പുരണ്ട ശരീരവും ജടപിടിച്ച തലയുമായി എൻ്റെ ദാസന്മാർ എനിക്ക് വിളിക്കുത്തരം നൽകി വന്നിരിക്കുകയാണ്. നോക്കൂ, ഉൻദുറൂ ഇലാ ഇബാദിക്കും അത്തൂനി ശഅ്തൻ ഗബറ എന്ന് അല്ലാഹു തആല പറയും, അഭിമാനം കൊള്ളുമെന്ന് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹജ്ജത്തുൽ വിദാ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ട ഒരു ചരിത്രമാണ്. ഹിജ്റ 10-ാമത്തെ വർഷം അറഫയിൽ ഹജ്ജിനോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ആ പ്രഭാഷണത്തിന് ഹജ്ജത്തുൽ വദാ എന്നാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗത്തിൽ ധാരാളം കാര്യങ്ങൾ, എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത രൂപത്തിൽ വലിയ വലിയ സന്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങുന്നതിൻ്റെ ഒരു പ്രസംഗമായിരുന്നു. 1.25 ലക്ഷത്തോളം സഹാബത്തിനെ മുൻനിർത്തി ആ അറഫ മലയിൽ കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും സഹാബത്തിൽ ചിലർ അത് ഉറക്കെ ഏറ്റുപറയുകയും എന്നിട്ട് അവരിൽ ആ 1.25 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. മനുഷ്യരെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയില്ലെന്നാണ് പ്രവാചകൻ്റെ അനുചരന്മാരായ സഹാബത്ത് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെയും ആദ്യത്തെയും ഹജ്ജായിരുന്നു ഈ ഹജ്ജ്. അടുത്ത ഹജ്ജിന് മുമ്പ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോവുകയുണ്ടായി. യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജ ബഅദ ആമി ഹാദാ. ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ നോക്കി നിങ്ങൾ പഠിക്കണേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ. ഇനി അടുത്ത ഹജ്ജിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ സഹാബത്ത് എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. ആ സന്ദർഭത്തിലാണ് അയ്യാമുത്ത് തശ്രീഖിൻ്റെ മധ്യത്തിലുള്ള ദിനത്തിലാണ് സൂറത്തുൻ നസ്ർ ഇറങ്ങുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, വിജയം വന്നു, അള്ളാഹുവിൻ്റെ സഹായം വന്നു. ഇനി ഇസ്തിഗ്ഫാർ നടത്തണം, ഇനി തസ്ബീഹ് നടത്തി ജീവിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സൂറത്തിൽ കൽപ്പിക്കുകയാണ്. സഹാബത്തിൻ്റെ മനസ്സിലായി ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രവാചകൻ്റെ വിജയം വന്നെത്തി പൂർണ്ണമായാൽ പിന്നെ ആ പ്രവാചകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ലെന്ന് സഹാബത്തിന് മനസ്സിലായി. നമ്മളും ആലോചിക്കണം. കഴിഞ്ഞ ബലിപെരുന്നാൾ കഴിഞ്ഞ് ഈ പെരുന്നാളെത്തി. ഒരു വർഷം, ഒരു അറബി, ഒരു ചന്ദ്ര വർഷം നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ ഏപ്പുക്കാട്ട് അങ്ങാടിയിൽ നിന്ന്, ഏപ്പുക്കാട്ടിലെ ഓരോ വീട്ടിൽ നിന്ന് ആരൊക്കെ കൊഴിഞ്ഞുപോയി, ആരൊക്കെ ഖബറിടത്തിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഇത്തരം ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അടുത്ത ഒരു ബലിപെരുന്നാൾ, അതിൻ്റെ തലേ വെള്ളിയാഴ്ച ഇങ്ങനെ ഇരുന്ന് ഖുത്ബ പറയുവാൻ നിങ്ങളോ ഇങ്ങനെ പറയുവാൻ ഞാനോ ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ഒരു ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അവസാനത്തിലേക്ക് അടുക്കുകയാണ് എന്ന് ചിന്തിച്ച് ജീവിതത്തിലെ തിന്മകൾ മാറ്റിവെക്കാനും നന്മകളെ നെഞ്ചോട് ചേർത്ത് നന്മകളെ ത്യാഗം സഹിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം. ഈ ലോകത്തെ ഏറ്റവും വലിയ വിഷമം, ഏറ്റവും വലിയ ദുഃഖം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാവണം ഒരു വിശ്വാസിക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് ആർക്കെന്ത് മുസീബത്ത് സംഭവിച്ചാലും ആ മുസീബത്തിനേക്കാൾ വളരെ വലിയ, ആ മുസീബത്തൊക്കെ ഒരു കല്ലാണെങ്കിൽ
ഈ ലോകത്തോളം വലുപ്പമുള്ള ദുഃഖമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. രക്തവും ധനവും അഭിമാനവും പവിത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അന്ത്യ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനേറെ പവിത്രവും ആദരണീയവുമാണ് മനുഷ്യൻ്റെ ശരീരം, മനുഷ്യൻ്റെ സമ്പത്ത്, മനുഷ്യൻ്റെ അഭിമാനം എന്നത്. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീറൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിക്കുകയും കരയിലും കടലിലും അവരെ നാം വാഹനത്തിൽ കയറ്റുകയും വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്തിട്ടുണ്ട്. നാം സൃഷ്ടിച്ചുള്ളവരിൽ മിക്കവരെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യൻ അല്ലാഹു ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് മനുഷ്യർ ശ്രേഷ്ഠത നൽകണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലൂടെ പറഞ്ഞത്. ഇന്ന ഷഹീദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തുൽ വദാ വഹുവ യഖൂൽ അയ്യു യൗമിൻ ഹാദാ. ഈ ദിവസം ഏതാണെന്ന് പ്രവാചകൻ ചോദിച്ചു. എവിടെ വെച്ച്? അറഫ മലയിൽ വെച്ച്. ഖാലൻ നാസി യൗമുൻ നഹർ. ആളുകൾ പറഞ്ഞു ബലിയുടെ ദിവസമാണ്. ഖാല ഫഅയ്യു ശഹ്ർ ഹാദാ. ഇതേതാണ് മാസമെന്ന് ചോദിച്ചു. ജനങ്ങൾ ഉത്തരം പറഞ്ഞു അയ്യുൽ ബലദി ഹാദാ. ഇതേതാണ് രാജ്യമെന്ന്, നാടെന്ന് ചോദിച്ചു. ഇത് മക്കയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്ന ദിമാഅകും വ അംവാലുകും വ അഅറാദകും ഹറാമുൻ അലൈക്കും. ഈ ജനങ്ങളുടെ സമ്പത്താകട്ടെ, രക്തമാകട്ടെ, അവരുടെ അഭിമാനമാകട്ടെ, അത് ഏറ്റവും കൂടുതൽ പവിത്രമാണ്, അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. കഹുറുമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. മക്കൾക്ക് എത്ര പവിത്രതയുണ്ടോ, ദുൽഹജ്ജിന് എത്ര പവിത്രതയുണ്ടോ, ആ ദിവസത്തിന് എത്ര പവിത്രതയുണ്ടോ, അത്രയും പവിത്രതയുണ്ട് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന്, ഒരു മനുഷ്യൻ്റെ സമ്പത്തിന്, ഒരു മനുഷ്യൻ്റെ രക്തത്തിന്. അന്യായമായി ഒരാളെ വധിക്കാൻ പാടില്ല, ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല, ഒരാളുടെ അഭിമാനത്തെ നശിപ്പിക്കാൻ പാടില്ല, ഒരാളെ പരിഹസിക്കാൻ പാടില്ല, ഒരാളെ കളിയാക്കാൻ പാടില്ല, ഒരാളെ കൊച്ചാക്കി കാണാൻ പാടില്ല. മറ്റൊരാളുടെ നേരെ ചൂണ്ടുന്നത് മലക്കുകളിൽ നിന്നും ശാപം കിട്ടുന്ന കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരോരോരുത്തരും പവിത്രരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിലൂടെ പ്രഖ്യാപിച്ചു. യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്. നിങ്ങളുടെ രക്ഷിതാവ് ഒന്നു മാത്രമാണ്. വ ഇന്ന അബാക്കും വാഹിദ്. നിങ്ങളൊരു പിതാവിൽ നിന്നാണ് എല്ലാവരും വന്നത്. അലാ ലാ ഫദ്ല ലി അറബിയ്യിൻ വലാ അജമിയ്യിൻ. അനറബിക്ക് അറബിയെക്കാളോ വലാ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ. അറബിക്ക് അനറബിയെക്കാളോ യാതൊരു ഫദ്ലുമില്ല. തോളോട് തോൾ ചേർന്ന് കറുത്തവരും വെളുത്തവരും ഈ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും എല്ലാ രാജ്യക്കാരും ഒരുമിച്ച് നിന്ന് ആർക്കും ഐത്തമില്ലാതെ, ആർക്കും അകൽച്ചയില്ലാതെ തോളോട് തോൾ ചേർന്ന് ഒരേ വേഷം, ഒരേ മനസ്സ്, ഒരേ ചിന്ത, ഒരേ പ്രാർത്ഥന, ഇതുമായി മുന്നോട്ട് പോകുന്ന ആ ഹാജിമാരുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതേപോലെയായിരിക്കണം ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും, ഒരു നാട്ടിലെ മുഴുവൻ ആളുകളും ആ രൂപത്തിൽ ഒരേ മാനസികാവസ്ഥയിലേക്ക് വരണം. മനുഷ്യരെ, നിങ്ങളുടെ ദൈവമേകനാണ്, നിങ്ങളെല്ലാവരുടെയും പിതാവും ഏകൻ. നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന് ജനിച്ചു, ആദം മണ്ണിൽ നിന്നും. നിങ്ങളിൽ വെച്ച് ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവനാരോ അവനത്ര അല്ലാഹുവിൽ ഏറ്റവും മാന്യൻ. ആരാണ് മാന്യൻ? ഏറ്റവും വലിയ മാന്യൻ തഖ്വ കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. ജാഹിലിയ്യത്തിലെ തിന്മകൾ ഒഴിവാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലൂടെ കൽപ്പിച്ചു. അജ്ഞാതകാലത്ത് നടന്ന ജീവനാശങ്ങൾക്കുള്ള എല്ലാ പ്രതികാര നടപടിയെയും ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, أول دمائكم الله دم ابن ربيعة بن حارث بن عبد المطلب. അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസയുടെ മകൻ റബീഅയുടെ
പ്രതികാര നടപടിയാണ് ഞാൻ ആദ്യമായി റദ്ദാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനൊത്ത റബീഅക്കു നേരെ മുസ്ലിങ്ങൾക്കുള്ള പ്രതികാര നടപടിയുണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം റദ്ദാക്കുന്നത്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആരോടൊക്കെ ദേഷ്യമുണ്ടോ, പ്രതികാര നടപടിയുണ്ടോ, അതെല്ലാം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റദ്ദാക്കുകയാണ്. പലിശ നിരോധിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ സമയം വളരെ കനപ്പെട്ട ഉപദേശങ്ങൾ നൽകിയ ആ ഉപദേശങ്ങളിൽപ്പെട്ട ഏതുപദേശമാകട്ടെ അതിന് ടൺ കണക്കിന് ഭാരമുണ്ട്. അത് മുസ്ലിമിന് വളരെയധികം ഗൗരവത്തിലൂടെ സ്വീകരിക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. വഇന്ന കുല്ല റിബാ മൗദൂഅൻ ലകുർ റൂസ അംവാലികും വലാ തുളിമു വലാ തുളമു ഖലല്ലാഹു അല്ലാ റിബാ وأن الربا عباس بن عبد المطلب موضوعا كله. അജ്ഞാനകാലത്തെ പലിശ ഇടപാടുകളെല്ലാം ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇനി ആരൊക്കെ പലിശ കൊടുക്കാനുണ്ടോ, പലിശ കൊടുക്കേണ്ടതില്ല. മറിച്ച് വലക്കും റൂസു അംവാലിക്കും, ആ മേടിച്ച മുതൽ മാത്രം തിരിച്ചു കൊടുക്കണം. പലിശ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഇവിടെ ആക്രമിക്കാൻ പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ഖലല്ലാഹു അല്ലാ റിബ, റിബയില്ലാതിരിക്കണം, പലിശയില്ലാതിരിക്കണമെന്ന് റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്, സദഖ കൊടുക്കുന്നതിനെ അല്ലാഹു വളർത്തുകയും റിബയെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യും. റിബയെടുത്തവൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹുവിനോടും ഹർബ് പ്രഖ്യാപിച്ചവനാണ് വീടിന് ലോണെടുത്തവൻ, കച്ചവടത്തിന് ലോണെടുത്തവൻ, വണ്ടി അടവിനെടുത്തവൻ. അവനൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞതാരാം? സത്യം മാത്രം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവശ്യങ്ങൾക്കല്ല, അത്യാവശ്യങ്ങൾക്കല്ല, അനാവശ്യങ്ങൾക്കാണ് പലിശ ഇടപാടുകൾ പലരും നടത്തുന്നത് എന്നത് ഏറ്റവും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത്യാവശ്യങ്ങൾക്ക് പോലും പലിശ തുടരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഈ സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണവും പലിശയുമായി ഈ സമൂഹത്തിലെ ആളുകൾ ബന്ധപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട കാര്യമാണ്. അക്ലുർ റിബ, ആ പലിശ തിന്നുക എന്നത് പറഞ്ഞത് സാക്ഷി പറയുന്നവൻ, എഴുതി വെക്കുന്നവൻ, അതിൻ്റെ കണക്കെഴുതി വെക്കുന്നവൻ, അത് മേടിക്കുന്നവൻ, അത് തിന്നുന്ന കുടുംബത്തിലെ മുഴുവൻ ആളുകൾ എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. ആരും രക്ഷപ്പെടുകയില്ല. നാളെ പരലോകത്ത് ചെന്നാൽ ഇവരെല്ലാവരും പലിശയുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇന്ന് പലിശ പല മേഖലകളിലും നമ്മിൽ പലരെയും പിടികൂടുന്നുണ്ട്. വീട് വെക്കാനും, വാഹനം വാങ്ങാനും, കച്ചവടം തുടങ്ങാനും, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും, വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ തുടങ്ങിയ എല്ലാ മേഖലകളിലേക്കും പലിശയുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യവിശ്വാസികളെ, നമ്മൾ സഹോദരങ്ങളാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞ മറ്റൊരു കനപ്പെട്ട ഉപദേശം. അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫലാ യഹില്ലു ലിംറിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാഹു അൻ തയ്യിബ് നഫ്സിൻ മിൻഹു ഫലാ തുളിമു അൻഫുസകും. ജനങ്ങളെ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. തൻ്റെ സഹോദരൻ്റെ സംതൃപ്തിയോടുകൂടിയല്ലാതെ അവൻ്റെ ധനം കരസ്ഥമാക്കുവാൻ ഒരാൾക്കും പാടില്ല. ഒരാൾക്ക് വെറുപ്പ് നിറഞ്ഞ രൂപത്തിൽ ലാഭമുണ്ടാക്കിയവന് നഷ്ടമല്ലാതെ ലാഭം വന്നു ചേരുകയില്ല. ഒരാൾ വെറുപ്പിച്ചിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം അധികം വാങ്ങിയാൽ അതോടുകൂടി എന്തു സംഭവിക്കും? ബർക്കത്തില്ലായ്മ പ്രത്യക്ഷപ്പെടും. സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. ഇന്ന നിസാഅകും ഇൻദകും അബാദുൻ അഖത്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹി തആല. അമാനത്താണ്, അല്ലാഹുവിൽ നിന്നുള്ള അമാനത്താണ്. കെട്ടിയ പെണ്ണിനെ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കുക, അവളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. മനുഷ്യരെ, നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്കുള്ളതുപോലെ നിങ്ങൾക്ക് അവരോടും ചില ബാധ്യതകളുണ്ട്. നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറിക്കൊള്ളുക. അല്ലാഹു നിങ്ങളോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ
ആസ്തിയാണ്, അമാനത്താണ് പത്നിമാർ. നിങ്ങളുടെ ഭൃത്യന്മാരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഭക്ഷിക്കുന്നത് തന്നെ അവർക്കും ഭക്ഷിക്കാൻ കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എല്ലാവരും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ അങ്ങോട്ട് ചെയ്യേണ്ട ബാധ്യതകളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നു. അതൊരിക്കലും ശരിയായ കാര്യമല്ല. ഭർത്താവിന് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. ഭാര്യയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച്, മാതാവിന് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച്, പിതാവിന് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത്. മറിച്ച് ഓരോരുത്തരും അവരവരുടെ ബാധ്യതകളെക്കുറിച്ച് സംസാരിക്കുകയും ബാധ്യതകളെക്കുറിച്ച് പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കുകയും ചെയ്താൽ ഈ നാട്ടിൽ പിന്നെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആരും ഉണ്ടാവുകയില്ല. കാരണം ബാധ്യതകൾ എല്ലാവരും നിർവഹിക്കുമ്പോൾ അവകാശങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വർത്തമാനകാലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടത്. അതുപോലെ തന്നെ ഈ കാലത്ത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. 3 സ്ത്രീകൾ, ഭാര്യയാകട്ടെ, ഉമ്മയാകട്ടെ, മക്കളാകട്ടെ, 3 സ്ത്രീകളെ പുലർത്തുന്ന ഒരാണുണ്ടോ, അവന് ഈമാനുണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. പെങ്ങന്മാരുടെ കാര്യത്തിൽ, സഹോദരിമാരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ആവശ്യങ്ങളെ ചോദിച്ചറിയണം. അതേപോലെ ഭാര്യമാരുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ എന്താണ് അവർക്ക് വേണ്ടതെന്ന് ചോദിക്കാനുള്ള ഒരു സമയമെങ്കിലും നമ്മൾ മാറ്റിവെക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സംസാരം അവസാനത്തിലേക്ക് വന്നപ്പോൾ, പ്രസംഗത്തിന്റെ അവസാനത്തിൽ ജനസമൂഹത്തോട് ഒന്നിച്ചു പറഞ്ഞത്, എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും. അപ്പോൾ എന്താണ് നിങ്ങൾ പറയുകയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്തിനോട് പ്രവാചകൻ വികാര നിർഭരനായി ചോദിച്ച ഒരു ചോദ്യമാണ്, എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും എന്ന ചോദ്യം. അങ്ങ് അല്ലാഹുവിൻ്റെ സന്ദേശം ഞങ്ങൾ അറിയിക്കുകയും അങ്ങയുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ മറുപടി പറയുമെന്ന് ആ ജനലക്ഷങ്ങൾ ഉറക്കെ പറഞ്ഞു. അന്നേരം ആകാശത്തേക്ക് കണ്ണും കയ്യും ഉയർത്തി അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ എന്ന് പ്രവാചകൻ 3 പ്രാവശ്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് പ്രബോധനം ചെയ്യുക എന്നത്. നന്മ പറഞ്ഞു കൊടുക്കണം. വഹയിന്റെ പിൻബലത്തിൽ നന്മ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതുപദേശവും നിർദ്ദേശവും നമുക്ക് കൊടുക്കാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരായത്ത്, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീത്ത് പറയാനുള്ള ഒരു അറിവ് നമ്മൾ കിട്ടുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മാറ്റമുണ്ടാകും. എന്തിനാണ് കുട്ടികൾ നല്ലതല്ലെങ്കിൽ, ഉപ്പയ്ക്ക് ചെറിയ മോശത്തരമുണ്ടെങ്കിൽ എന്തിനാണ് വേഗം അറിവുള്ള ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? അയാൾ വഹി അനുസരിച്ച് സംസാരിക്കും. വഹി അനുസരിച്ച് ഖുത്ബയിൽ കേട്ട പോയിന്റുകൾ മനസ്സിൽ വെക്കുകയും ആ പോയിന്റുകൾ ഉപദേശത്തിൽ ചാലിച്ചു ചേർക്കുകയും ചെയ്താൽ നമ്മുടെ ഉപദേശം കുട്ടികളും വലിയവരും എല്ലാവരും സ്വീകരിക്കും. നമ്മൾ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ഉപദേശിക്കുന്നതിനനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹി അനുസരിച്ച് ഉപദേശിക്കുമ്പോൾ അതിനൊരു മാറ്റമുണ്ടാകും. സഹാബത്ത് മുഴുവൻ തയ്യാറായിരുന്നു. എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എവിടേക്കാണോ തിരിഞ്ഞത് ആ ഭാഗത്തേക്കും നിങ്ങൾ എന്തു ചെയ്യുക? എൻ്റെ ഈ ഇസ്ലാം ദീനിന്റെ അറിവുമായി, ഞാൻ പഠിപ്പിച്ചതുമായി പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോൾ മക്കയിൽ ഒരു നമസ്കാരത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമുണ്ടായിട്ടും മദീനയിൽ ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുണ്ടായിട്ടും എന്തേ സഹാബത്ത് ആ മക്കയും മദീനയും വിട്ട് മറ്റുള്ള നാട്ടിലേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ പോയത്? അത്രയും പ്രതിഫലം ആ കാര്യത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചുവന്ന ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ നിനക്കുത്തമം നിന്റെ വഴിയിൽ നീ പ്രയത്നിച്ച നിന്റെ ത്യാഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിലേക്ക് വന്നാൽ നിനക്കൊരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സമയത്ത് റോൾസ് റോയ്സിന്റെ ഒരു ബെൻസിന്റെ വിലയാണ്
അന്നത്തെ ഒരു ചുവന്ന ഒട്ടകത്തിന്. അങ്ങനെ ഒരു കാര്യം ഫ്രീ ആയി കിട്ടുമ്പോൾ എങ്ങനെയുണ്ടാകും? ഇതിനേക്കാൾ വലുതാണ് ഒരാൾ നമ്മിൽ നിന്ന് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം സ്വീകരിക്കുക എന്നത്. അപ്പോൾ സ്ത്രീകളെ ശ്രദ്ധിക്കണേ, പലിശയിൽ നിന്നും വിട്ടുനിൽക്കണേ, ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കും ബാധകമാണ്. ആ കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് സൽസ്വഭാവികളായി ജീവിച്ച് എല്ലാ തിന്മകളിൽ നിന്നും ഗൗരവപൂർവ്വം വിട്ടുനിന്ന് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷമാണുള്ളത്. ഒന്ന് ബലിപെരുന്നാളും ഒന്ന് ചെറിയ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഈദുൽ ഫിത്തറും. ഈ 2 ആഘോഷങ്ങളാണ്. അതിൻ്റെ അപ്പുറം ബർത്ത്ഡേ ആഘോഷമോ അല്ലെങ്കിൽ മാരേജിൻ്റെ വാർഷികമോ ഒന്നും ആർക്കില്ല. മുസ്ലിമായ ഒരു വ്യക്തിക്കത് ഇല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഘോഷം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ആഘോഷം നടത്തണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നടത്തി എന്ന് നോക്കണം. അതിനുള്ള മാതൃക ബർത്ത്ഡേയിലോ വാർഷിക ആഘോഷങ്ങളിലോ വിവാഹ വാർഷികങ്ങളിലോ ഒന്നുമില്ല എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പെരുന്നാളാണ് നാളെ. പെരുന്നാളിൻ്റെ സുന്നത്തുകൾ മറക്കാതെ നമ്മൾ പ്രവർത്തിക്കണം. പെരുന്നാളിൻ്റെ കുളിയാണ് എന്ന് വിചാരിച്ച് കുളിക്കണം. ഒന്നുമെടുത്ത് സാധാരണ കുളിക്കുന്നത് പോലെ നല്ല രൂപത്തിൽ അതൊരു സ്പെഷ്യൽ കുളിയായിട്ട് എന്ത് ചെയ്യുക, കുളിക്കുക. അതിനൊരു പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന്. നല്ല വസ്ത്രം ധരിക്കുക, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക. പുരുഷന്മാർ സുഗന്ധം പൂശണം, സ്ത്രീകൾ അത് പാടെ ഉപേക്ഷിക്കുകയും വേണം. പല്ല് തേക്കണം, പെരുന്നാൾ നമസ്കാരത്തിന് നേരത്തെ പുറപ്പെടണം. നമ്മൾ ആ നമസ്കാരം തുടങ്ങിയതിന് ശേഷം വരുമ്പോൾ നമുക്കും അത് പ്രയാസമാകും. അതേപോലെ വന്നു ചേരുന്ന സമയത്ത് അവിടെ നമസ്കരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയും ചെയ്യും. അങ്ങനെയുള്ളൊരവസ്ഥയില്ലാതിരിക്കാൻ ഇവിടെ 6:30 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്. ഒരു 1/4 മണിക്കൂർ നമ്മളെല്ലാവരും തക്ബീർ ചൊല്ലി സന്തോഷിച്ച് അതിന് ശേഷം നമ്മൾ ഒരു 6:45 നമസ്കാരം ആരംഭിക്കും. 6:30 തന്നെയാണ് പള്ളിയിലെത്തേണ്ടത്. ഈ പള്ളിയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു പെരുന്നാളിൻ്റെ നമസ്കാരം നിർവഹിക്കുന്നത്. ധാരാളമായി തക്ബീർ ചൊല്ലണം. അത് റിസ്ഖുൽ ഖുലൂബാണ്, മനസ്സിന് ഹൃദയത്തിനുള്ള ഭക്ഷണമാണ് എല്ലാ ദിക്റും. അതായത് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാരുമൊക്കെ ഇമാമിങ്ങളുമൊക്കെ അങ്ങാടിയിൽ ഉറക്കെ തക്ബീർ ചൊല്ലി നടന്നിരുന്നു. വീട്ടിൽ ഉറക്കെ തക്ബീർ ചൊല്ലിയിരുന്നു. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്നതുവരെ തക്ബീർ ചൊല്ലണം. ഈ ഒരു പെരുന്നാളിനുള്ള പ്രത്യേകത ഹജ്ജ് 13 അസർ വരെ നമ്മൾ നിരന്തരമായി തക്ബീർ ചൊല്ലി മുന്നോട്ട് പോകണമെന്നതാണ്. ബലികർമ്മം നിർവഹിക്കുക. നമ്മളെ ബലികർമ്മം ഈ ഒരു ഈദിൻ്റെ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത്. കഴിയുന്ന ആളുകളൊക്കെ സഹകരിച്ചാൽ അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് ആ കാര്യം തിരിച്ചുവിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. ആളുകളൊക്കെ എന്ത് ചെയ്യുക, അതിൽ സഹകരിക്കുക. അതേപോലെ പെരുന്നാളിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സൗഹൃദ ബന്ധങ്ങളെ പുതുക്കുക. സന്ദർശിക്കാൻ പറ്റുന്നിടത്തൊക്കെ സന്ദർശിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരെ സന്തോഷിപ്പിച്ച് രോഗികളെ കണ്ട് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ച് ബന്ധുക്കളെ കണ്ട് അവരോടുള്ള ബന്ധം പുലർത്തി അങ്ങനെ ആഘോഷങ്ങളിലുള്ള ഹറാമുകളൊക്കെ ഒഴിവാക്കി ഹലാലുകളായ കാര്യങ്ങളും സന്തോഷങ്ങളായ കാര്യങ്ങളും തമ്മിൽ കൂടിച്ചേരലുകളുമൊക്കെ നടത്തി പെരുന്നാളിനെ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണം. ഉളുഹിയത്ത് അറുക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ മുടിയും നഖവുമൊക്കെ വൃത്തിയാക്കി കക്ഷവുമൊക്കെ വൃത്തിയാക്കി അവർ പെരുന്നാളിന് ഒരുങ്ങുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു തആല
നല്ല രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കുവാനും അതിൻ്റെ ഈമാനിൻ്റെ മാധുര്യം നമ്മുടെ മനസ്സിൽ നിറക്കാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ പോകുമ്പോൾ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ